വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. സെഹിയോൻ ഊട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും അയക്കപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും വരങ്ങളും കൃപകളും നിറഞ്ഞ ഒരു സുദിനം നിങ്ങൾക്കേവർക്കും ആശംസിക്കുന്നു. നാമും നമ്മുടെ ജീവിതങ്ങളും ആത്മാവാൽ പൂരിതമായി ദൈവഹിതം നിറവേറുവാൻ, ദൈവഹിതം അനുസരിക്കുവാൻ പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ആത്മാവിൻ്റെ ഇടപെടൽ അതിശക്തമായി അനുഭവിച്ചറിഞ്ഞ ക്രിസ്തു അവനിൽ ഒരാളായ ആ സത്യാത്മാവിനെ, ജീവാത്മാവിനെ ദൈവജനതയിലേക്ക് അയച്ച് ആത്മശക്തിയാൽ നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുന്ന സുദിനമാണ് ഇന്ന്. അതെ, ആ പുണ്യ പെന്തക്കുസ്ത ദിനം. ഒന്ന് ആലോചിച്ചു നോക്കൂ പ്രിയ ദൈവജനമേ, എന്തിനായിരിക്കാം പരിശുദ്ധനായ ദൈവം ആ സത്യാത്മാവിനെ നാം ഓരോരുത്തർക്കും നൽകിയത്? അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും നമുക്ക് കാണാൻ സാധിക്കുക. തൻ്റെ മരണശേഷം ഭയത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും കയത്തിലാണ്ട ശിഷ്യഗണത്തെ ആത്മാവിനാൽ നിറച്ച്, ആത്മാവിൻ്റെ ശക്തിയാൽ നിറച്ച് ക്രിസ്തു തങ്ങൾക്ക് നൽകിയ സുവിശേഷം ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ ആ ശിഷ്യഗണത്തെ പ്രാപ്തരാക്കിയത് പരിശുദ്ധാത്മ നിവേശനം മാത്രമാണ്. ആത്മാവിൻ്റെ ആഗമനത്തോടുകൂടി ഭയത്തിൻ്റെയും ഭീരുത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് അവർ ക്രിസ്തുവിൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകി. എന്തിനേറെ പറയുന്നു, ഇന്ന് നാം അത്യധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ ക്രിസ്തുനാഥൻ ഭൂജാതനായതും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലല്ലേ? ഒന്നോർത്തു നോക്കൂ ആ മംഗളവാർത്താ ദിനം. അസാധാരണ ഗർഭധാരണത്തിൽ പരിശുദ്ധ കന്യകാമറിയം ഗബ്രിയേൽ ദൈവദൂതനോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയത് ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടലിലൂടെ ക്രിസ്തുനാഥൻ ലോകത്തിൽ ജാതനായി. ദൈവപുത്രനായ അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. അങ്ങനെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി. തൻ്റെ ജ്ഞാനസ്നാന വേളയിലും ആത്മാവിൻ്റെ ചൈതന്യം അവൻ അതിശക്തമായി അനുഭവിച്ചു. തുടർന്ന് ആത്മാവിൻ്റെ ഇടപെടലോട് കൂടി തന്നെ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് അവൻ നയിക്കപ്പെട്ടു. അങ്ങനെ തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ തിരഞ്ഞെടുക്കലിലും ആത്മാവിൻ്റെ സാന്നിധ്യം ക്രിസ്തു അനുഭവിച്ചറിഞ്ഞു. താൻ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടപ്പോഴും അവിടുന്ന് ഈ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടാണ് പോയത്. കാരണം സ്വന്തം ആത്മാവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോഴും താൻ ദൈവജനതയ്ക്ക് നൽകിയ വാഗ്ദാനം അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തിയപ്പോൾ ആ ക്രിസ്തുവിനെ നോക്കി സ്വർഗം അതിയായി ആനന്ദിച്ചു. എന്തെന്നാൽ ആ സഹായകനെ, വാഗ്ദാനം നൽകിയവനെ ദൈവജനതയ്ക്കായി നൽകിയിട്ടാണ് അവൻ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടത്. അങ്ങനെ അയക്കപ്പെട്ടവനിലൂടെ വിളിയുടെ മഹത്വം പൂർത്തീകരിക്കപ്പെട്ടു. ഒന്നോർക്കുക ദൈവജനമേ, ഇന്ന് ദൈവം നമുക്കായി നൽകിയ ആ പരിശുദ്ധാത്മാവ്, ആ സഹായകൻ, സത്യാത്മാവ്, ജീവാത്മാവ് നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? അറിവ്, ബുദ്ധി, ആലോചന, ആത്മബലം എന്നിങ്ങനെയുള്ള 7 ദാനങ്ങൾ. സന്തോഷം, സമാധാനം, ക്ഷമ, സ്നേഹം എന്നിങ്ങനെ 12 ഫലങ്ങൾ. മറ്റു വരങ്ങൾ, കൃപകൾ, ഇവകളൊക്കെ കൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ഫലസമൃദ്ധങ്ങളാക്കി മാറ്റുന്ന ധീരതയുടെ ആത്മാവാണ് നമ്മിൽ ഓരോരുത്തരിലും വസിക്കുന്നത്. എന്നാൽ ഈ സത്യാത്മാവിനെ,
ഈ ദൈവിക സാന്നിധ്യത്തെ നാം എപ്പോഴെങ്കിലും തിരിച്ചറിയാറുണ്ടോ? എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും നമ്മോടൊപ്പമായിരുന്നു കൊണ്ട് നമ്മെ സമാശ്വസിപ്പിക്കുന്ന ഈ ആത്മാവിനെ നാം മുറുകെ പിടിക്കാറുണ്ടോ? പേടിക്കണ്ട, ഇനിയും സമയം വൈകിയിട്ടില്ല. അവൻ ഒരിക്കലും നേരത്തെയല്ല, വൈകിയുമല്ല. എന്നാൽ കൃത്യസമയത്ത് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടാൻ നമ്മോടൊപ്പം തന്നെയുണ്ട്. ആയതിനാൽ പ്രിയ സുഹൃത്തുക്കളെ, പരിശുദ്ധാത്മാവിൽ അവൻ്റെ ചൈതന്യത്തിൽ അടിയുറച്ചൊരു ജീവിതം നയിക്കുവാൻ നമ്മെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ച് തിന്മയെ ചെറുത്ത് നിർത്തി നന്മയെ മുറുകെ പിടിച്ച് എന്നും ദൈവഹിതത്തിനൊത്ത വിധമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ. പെന്തക്കോസ്താനുഭവം നൽകണേ, പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്ക